Hello all, 10th standard in the second chapter ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ് ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഈച്ച് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. Gas molecules consisting of numeric number of tiny particles. It can be atoms, it can be molecules, or it can be ions. അപ്പം ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഈച്ച് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഇൻ ഇറ്റ്. രണ്ടാമത്തെ പോയിന്റ്, കമ്പയറിംഗ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുമ്പം അതിനകത്തുള്ള എൻറ്റിറ്റീസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എൻറ്റിറ്റീസിൻ്റെ വോളിയം വളരെ കുറവായിരിക്കും. ജസ്റ്റ് ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഗ്യാസിനകത്ത് പാർട്ടിക്കിൾസ് എല്ലാം വളരെ റാൻഡമായിട്ട് വളരെ ഡിസ്റ്റൻസിൽ പാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗ്യാസ് ടോട്ടലി ഒരു വലിയ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത്. ബട്ട് അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അല്ലെങ്കിൽ പ്രഷർ കൊടുത്ത് നമ്മൾ ചുരുക്കി എടുക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ വോളിയം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഗ്യാസ് മോളിക്യൂൾസ്, അതായത് ഗ്യാസിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എല്ലാ ഡയറക്ഷനിലും പോസിബിൾ ആണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി റാൻഡം. ഒരു പ്രത്യേക ഓർഡറിലൊന്നുമില്ല, റാൻഡമായി അവരുടെ മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റാൻഡം മൂവ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ദർ മേ ബി ചാൻസ് ടു കൊളൈഡ് ദീസ് മോളിക്യൂൾസ് ഈച്ച് അതർ ഓർ ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതായത് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾ പരസ്പരം കൊളൈഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് കൺസിസ്റ്റ് ചെയ്യുന്ന സർഫസിലേക്ക് പോയി, ഐ മീൻ കണ്ടെയ്നറിലേക്ക് പോയി കൊളൈഡ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. സോ ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ദർ മേ ചാൻസ് ടു കൊളൈഡ് ഈച്ച് അതർ ഓർ ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഞാനിവിടെ എഴുതിയിട്ടുള്ള ആ പോയിന്റ് ഇതാണ്, ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ദേ മേ ചാൻസ് ടു കൊളൈഡ് ഈച്ച് അതർ ഓർ ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, സോ ഇങ്ങനെ വോൾസിലേക്ക് പോയി, ഐ മീൻ ആ കണ്ടെയ്നറിൻ്റെ വോൾസിലേക്ക് പോയി ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നതാണ് ഗേഷ്യസ് പ്രഷറിന് കാരണം. വാതകമർദ്ദം എന്ന് നമ്മൾ പറയത്തില്ലേ. സോ ഗേഷ്യസ് പ്രഷറിന് കാരണം ഇതാണ്, ദീസ് മോളിക്യൂൾസ് കൊളൈഡിങ് ടു ദി സർഫേസ് ഓഫ് ദി കണ്ടെയ്നർ. ഇനി അടുത്ത പോയിന്റ്, ദീസ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഈ കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. സോ ദർ മേ നോ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ദീസ് കൊളിഷൻസ്. അതായത് ഈ കൊളിഷൻസ് സംഭവിക്കുന്നത് വളരെ ഇലാസ്റ്റിക് ആണ്. ഈ കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കൊളിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കൊളിഷൻസിൻ്റെ ഫലമായി ഗ്യാസ് മോളിക്യൂൾസിന് എനർജി ലോസ് ഉണ്ടാകുന്നില്ല. സോ ഇത്രയുമാണ് ഗ്യാസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്. ഇതിനെ ഗ്യാസ് ലോസ് എന്ന് പറയും. പെട്ടെന്ന് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഒന്ന് പറയാം. Each gas consists of numerous number of tiny particles. These tiny particles having random movement. These random movement leads to collisions, and that collisions are perfectly elastic. So there is no loss of energy. Comparing to the total volume of gas, the volume of particle in it is very small. So ഇത്രയുമാണ് ഗ്യാസ് ലോസ്. ഇതാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറിയിലുള്ള ഗ്യാസ് ലോസിൻ്റെ ഗ്യാസിനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ഗ്യാസ് ലോസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഗ്യാസ് ലോസിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബോയിൽസ് ലോയെ കുറിച്ചാണ്. ബോയിൽസ് ലോ എന്ന് പറയുന്നത് പ്രഷർ വോളിയം തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്ന ഒരു ലോയാണ് എന്തെന്ന് പറയുന്നത്, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന്, സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്. ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, their volume is inversely proportional to pressure applied in it. For a fixed amount of gas at constant temperature, their volume is inversely proportional to the pressure applied in it. ഇതാണ് ബോയിൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്. എന്തൊക്കെയാണ്? എമൗണ്ട് ഓഫ് ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പം എമൗണ്ട് ഓഫ് ഗ്യാസ്, ടെമ്പറേച്ചർ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന ഒരു കേസിൽ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വോളിയം ഉണ്ടാകുക. അതായത് പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബോയിൽസ് ലോയിൽ നിന്ന് മീൻസ് ചെയ്യുന്നത്. ബട്ട് ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ടെമ്പറേച്ചർ ആൻഡ് രണ്ടാമത്തെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗ്യാസ്. ഇത് രണ്ടും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൽ റെപ്രസെൻറ്റേഷൻ ആണ് P പ്രൊപ്പോർഷണൽ ടു 1/V എന്ന് പറയുന്നത്. P പ്രൊപ്പോർഷണൽ ടു 1/V. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ടിയും എന്നും. അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. ദേ വെയർ കോൺസ്റ്റൻറ്റ്. അവർ രണ്ടും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇക്വേഷൻ ബിക്കം P ഈക്വൽ ടു K × 1/V അല്ലെങ്കിൽ K/V.
സോ പി ഈസ് ഈക്വൽ ടു കെ ബൈ വി. അതിനകത്ത് നിന്ന് പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. പി വി അതായത് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം വിൽ ബി കോൺസ്റ്റൻറ്റ് അറ്റ് എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്. പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഡക്റ്റ് അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതെന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് രണ്ട് കണ്ടീഷൻസിൽ മാത്രമാണ്. എന്താണ്? ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഒരു തുല്യ അളവിലുള്ള ഗ്യാസിന് ടെമ്പറേച്ചർ സ്ഥിരമായിട്ടിരിക്കുമ്പോൾ, തുല്യ അളവിലുള്ള വാതകത്തിന് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതത്തിലായിരിക്കും വ്യാപ്തമുണ്ടായിരിക്കുക. ഇതാണ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് കുറവാണ്. ബട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഇക്വേഷൻ അവിടെ ഉണ്ട്. P1 V1 ഈക്വൽ ടു P2 V2. അതായത് V1 V2 എന്ന് പറയുന്നത് വോളിയമാണ്, P1 P2 എന്ന് പറയുന്നത് പ്രഷറാണ്. ഫസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷറാണ് P1, അപ്പോഴത്തെ വോളിയമാണ് V1. സെക്കൻഡ് ഗ്യാസിൻ്റെ പ്രഷറാണ് P2, അപ്പോഴത്തെ വോളിയമാണ് V2. സോ P1 V1 ഈക്വൽ ടു P2 V2. ഇത്രയുമാണ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം. സോ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ദ പ്രഷർ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ വോളിയം. ഇനി നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായി ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: നമ്മളുടെ അക്വേറിയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അക്വേറിയത്തിൽ എയർ ബബിൾസ് വാട്ടർ ലെവലിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതനുസരിച്ച് എയർ ബബിൾസിൻ്റെ ഡയമെൻഷൻ വലിപ്പം കൂടി വരുന്നുണ്ട്. അക്വേറിയത്തിലെ എയർ ബബിൾസ് ബബിൾസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ, ആ ഗ്യാസ് ബബിൾസ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടി വരുന്നു. എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള റീസൺ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ഗ്യാസ് ലോയുടെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായി ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്: അക്വേറിയത്തിൻ്റെ ലോവർ സൈഡിൽ, അതായത് താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലാണ്. ഹെൻസ് അവിടെ വോളിയം എന്തായിരിക്കും? കുറവായിരിക്കും. മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു, അതിനനുസരിച്ച് വോളിയം കൂടും. സോ അതുകൊണ്ടാണ് അക്വേറിയത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് എയർ ബബിൾസ് വരുമ്പോൾ അവരുടെ വലിപ്പം കൂടി വരുന്നത്. ഒന്നുകൂടെ പറയാം, താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലാണ്, സോ വോളിയം കുറവാണ്. മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു, ഹെൻസ് വോളിയം കൂടുന്നു. സോ ഡ്യൂ ടു ഹൈ പ്രഷർ അറ്റ് ലോവർ റീജിയൻ, എയർ ബബിൾസ് ഹാവിങ് സ്മോളർ സൈസ്, and when pressure decreases when come to the top of the aquarium, their volume will increase. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ ചാൾസ് ലോ. ഓക്കെ, ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ്. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, at a constant pressure for a fixed amount of gas, their volume will be proportional to the temperature in it. ഒന്നുകൂടെ പറയാം, at a constant pressure for a fixed amount of gas. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെയും കോൺസ്റ്റൻ്റ് ആണ്. ഒന്ന് പ്രഷർ ആൻഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്. at a constant pressure for a fixed amount of gas, their volume will be proportional to the temperature applied in it. Their volume will be proportional to the temperature applied in it. ഇതാണ് ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം. ഒന്നുകൂടെ പറയാം, അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്. രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷറും എമൗണ്ട് ഓഫ് ഗ്യാസും. അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, ദ വോളിയം വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ അപ്ലൈഡ് ഇൻ ഇറ്റ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇക്വേഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. വി പ്രൊപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് മോൾസ് ആൻഡ് പ്രഷർ. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്, പി എന്ന് പറയുന്ന പ്രഷറാണ്. അവർ രണ്ടുപേരും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ വി പ്രൊപ്പോർഷണൽ ടു ടി, വി എന്ന് പറയുന്ന വോളിയം, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അതിനകത്ത് നിന്ന് പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടി വി ഈക്വൽ ടു കെ ഇൻറ്റു ടി. അതിനകത്ത് നിന്ന് കെ കോൺസ്റ്റൻ്റ് അവിടെ ഇട്ടുകൊണ്ട് ടിയുടെ ടൈം ഇപ്പുറത്ത് കൊണ്ടുവന്നു. സോ വി ബൈ ടി ബിക്കം ഈക്വൽ ടു കെ എന്നായി. അതായത് റേഷ്യോ ഓഫ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ വിൽ ബി ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഒന്നുകൂടെ പറയാം, ratio of volume and temperature will be a constant for a fixed amount of gas at constant pressure. അതിനകത്ത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. V1/T1 ഈക്വൽ ടു V2/T2. V1/T1 എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്യാസിൻ്റെ വോളിയം ആൻഡ് ഫസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് സെക്കൻഡ് ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ ഇൻ T2. ഓക്കെ, ഇത്രയുമാണ് ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം. ഇനി ചാൾസ് ലോ, അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബലൂൺ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെയിലത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ബലൂൺ എക്സ്പാൻഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നത് കാണാം.
അതിൻ്റെ കാരണം ഇതാണ്. ടെമ്പറേച്ചർ കൂടും. ബലൂണിനകത്ത് സൺലൈറ്റ് തട്ടിയിട്ട് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിനകത്ത് ഗ്യാസിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. ഫൈനലി അതിനുള്ളിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ദേ ബ്ലോ അപ്പ്, അതെന്ത് ചെയ്യും? പൊട്ടിപ്പോവും. സോ ഇതാണ് ബലൂണിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള കാരണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ സെക്കൻഡ് ലോ ചാൾസ് ലോ. അപ്പോൾ ബോയ്ൽസ് ലോ കഴിഞ്ഞു, ചാൾസ് ലോ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഗ്യാസ് ലോ എന്ന് പറയുന്നത് അവഗാഡ്രോസ് ലോ. കേട്ടോ, മൂന്നാമത്തെ ഗ്യാസ് ലോയുടെ പേരാണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഇറ്റ് എന്നാണ്. ഒരു ഗ്യാസിൻ്റെ വോളിയം അതിനകത്തെ നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് കണ്ടീഷൻസ് ഉണ്ട്. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഇറ്റ്. At a constant pressure and temperature, volume of gas will be proportional to the number of moles in it. ഇതാണ് അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് V proportional to N at constant pressure and temperature. ഓക്കെ, അതിനകത്തുനിന്ന് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇക്വാലിറ്റി സൈൻ കൊണ്ടുവരുന്നു, കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുന്നു. സോ V ഈക്വൽ ടു K ഇൻറ്റു N എന്ന് വരുന്നു. K ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. ആൻഡ് അതിനകത്തുനിന്ന് V/N എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് വോളിയം ബൈ നമ്പർ ഓഫ് മോൾസ്, അതിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോളിയം ബൈ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ദിയർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. ഇനി ഇതിനെ കണക്ട് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതുകൂടെ ഞാനൊന്ന് പറയുകയാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP എന്ന് പറയും അതിന്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP. ഓക്കെ, അത് എത്ര ആണെന്ന് കൂടെ ഞാനൊന്ന് പറയുകയാണ്. 273 Kelvin ആൻഡ് 1 bar പ്രഷർ. 273 Kelvin ആൻഡ് 1 bar പ്രഷർ. ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ STPയിൽ 1 mole ഗ്യാസിൻ്റെ വോളിയം 1 mole ഗ്യാസിൻ്റെ വോളിയം വിൽ ബി ഈക്വൽ ടു 22.4 ലിറ്റർ. ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയം ദാറ്റ് വിൽ ബി ഈക്വൽ ടു 22.4 ലിറ്റർ. 22.4 ലിറ്റർ. ചിലപ്പോൾ അവിടെ കാണാൻ പറ്റുന്നില്ല വന്നാലോ. 22.4 ലിറ്റർ. ഓക്കെ, സോ STPയിൽ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇതും അവഗാഡ്രോസ് ലോയുമായി കണക്ട് ചെയ്തുള്ള കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നല്ലായിരുന്നു. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള ഗ്യാസ് ലോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റിലേക്ക് കടക്കാൻ പോയാണ്. ഗ്യാസ് ലോസിനെ കുറിച്ച് ആദ്യം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ബോയ്ൽസ് ലോ പ്രഷർ വോളിയം തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. ചാൾസ് ലോ പ്രഷർ ടെമ്പറേച്ചർ വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. അവഗാഡ്രോസ് ലോ വോളിയം നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷൻ. ബോയ്ൽസ് ലോ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ. ചാൾസ് ലോ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അവഗാഡ്രോസ് ലോ വോളിയവും എമൗണ്ട് ഓഫ് ഗ്യാസും തമ്മിലുള്ള റിലേഷൻ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ടീമായിട്ടുള്ള മോൾ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും മോൾ കൺസെപ്റ്റ് ഉണ്ട്, ഭയങ്കര പാടാണെന്നൊക്കെ. ചുമ്മാതാണ്. മോൾ കൺസെപ്റ്റാണ് കെമിസ്ട്രിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും എളുപ്പവുമായിട്ടുള്ള ഭാഗം. ഓക്കെ, മോൾ കൺസെപ്റ്റിലേക്ക് പോകാം. മോൾ കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട്. സോ ആ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അറ്റോമിക് വെയ്റ്റിനെയും ഗ്രാം അറ്റോമിക് വെയ്റ്റിനെയും കുറിച്ചാണ്. അറ്റോമിക് വെയ്റ്റ് ആൻഡ് ഗ്രാം അറ്റോമിക് വെയ്റ്റ്. അറ്റോമിക് വെയ്റ്റ് പറയുമ്പോൾ അറ്റോമിക് വെയ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുകൂടെ പറയണം. സോ ആദ്യം നമ്മൾ റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടേം ഒന്നുകൂടെ പറയാം, റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ്. അത് ഞാൻ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ് റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ് എന്നുള്ളതെന്ന് പറയാം. മാസ് ഓഫ് ആൻ ആറ്റം എക്സ്പ്രസിങ് ഇൻ ടേംസ് ഓഫ് 1/12th mass of C612 carbon isotope. ഒന്നുകൂടെ പറയാം, mass of an atom expressing in terms of 1/12th
1/12 of C612 carbon isotope. It called a relative atomic mass. Okay. ഒരു ആറ്റത്തിൻ്റെ മാസിനെ, മലയാളത്തിൽ പറയാം, ഒരു ആറ്റത്തിൻ്റെ മാസിനെ കാർബൺ 612 ഐസോട്ടോപ്പിൻ്റെ 1/12 മാസുമായി താരതമ്യം ചെയ്ത് പറയുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര സുന്ദരനാണ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് 2 ഒപ്പീനിയൻ ഉണ്ടാകും. ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കത്തില്ല. ബട്ട് എൻ്റെ സൈഡിൽ വളരെ വിയേർഡായിട്ടുള്ള ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ സുന്ദരനാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരേ അഭിപ്രായമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് നമ്മൾക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ആൻസർ വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ. അത് കമ്പയർ ചെയ്ത് പറയുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടൂ. അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ്സിനനുസരിച്ച് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ടാണ് ആറ്റത്തിൻ്റെ വെയിറ്റ് കമ്പയർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തുമായി കമ്പയർ ചെയ്യുന്നു? വെയിറ്റ് ഓഫ് 1/12 ഓഫ് C612. ഒരു C612 കാർബൺ ഐസോട്ടോപ്പിൻ്റെ വെയ്റ്റിൻ്റെ 1/12 താരതമ്യം ചെയ്ത് ആറ്റത്തിൻ്റെ വെയ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്തിനെക്കുറിച്ചാണ്? റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റിനെ കുറിച്ചാണ്. റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ് എന്ന് വെച്ചാൽ എന്തെന്നേ ഉള്ളൂ, ഒരു ആറ്റത്തിൻ്റെ ഭാരത്തിനെ കാർബൺ 612 ഐസോട്ടോപ്പിൻ്റെ 1/12 ഭാരവുമായി താരതമ്യം ചെയ്ത് പറയുന്നു. അതായത് കാർബൺ 612 ഐസോട്ടോപ്പ് എടുക്കുന്നു, അതിനെ 12 ഡിവൈഡ് ചെയ്യുന്നു, അതിലൊരു ഭാഗത്തിൻ്റെ മാസിനെ എടുത്തിട്ട് അതിൻ്റെ എത്ര ടൈംസ് ആണ് മറ്റ് ആറ്റങ്ങളുടെ ഭാരം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ്. C612ൻ്റെ 1/12 ഭാരത്തിൻ്റെ എത്ര മടങ്ങാണ് മറ്റ് ആറ്റങ്ങളുടെ ഭാരം എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിസിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ വെയ്റ്റ് എന്താണെന്ന് നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഞാനിവിടെ സ്ക്രീനിൽ എഴുതിയിടുന്നുണ്ട്, നിങ്ങൾ ആ സാധനം ഒന്ന് എഴുതിയെടുക്കുക. പ്രധാനപ്പെട്ട നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുറച്ച് എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് വെയ്റ്റ്, അതായത് ഒരു ആറ്റത്തിൻ്റെ വെയ്റ്റാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ വെയ്റ്റിൻ്റെ യൂണിറ്റ്, അതായത് അറ്റോമിക് വെയ്റ്റിൻ്റെ യൂണിറ്റ് യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യു സ്റ്റാൻഡ്സ് ഫോർ യൂണിഫൈഡ് മാസ്. യൂണിഫൈഡ് മാസ് എന്നുള്ളതിൻ്റെ അബ്രിവേഷനാണ് എന്തെന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയ്റ്റ് 1U ആണ്. ദാറ്റ് മീൻസ് C612ൻ്റെ 1/12 ഓൾമോസ്റ്റ് ഈക്വലൻ വെയ്റ്റ് ആണ് ഹൈഡ്രജൻ ഉള്ളത്. സോ അതുകൊണ്ടാണ് ഹൈഡ്രജൻ 1U എന്ന് വന്നത്. ഹീലിയം 4U. ദാറ്റ് മീൻസ് C612ൻ്റെ 1/12 4 ടൈംസ് ആണ് ഹീലിയത്തിൻ്റെ വെയ്റ്റ്. കാർബണിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് 12U, 12U ആണ്. നൈട്രജൻ്റെ കാര്യത്തിൽ 14U, ഓക്സിജൻ്റെ കാര്യത്തിൽ 16U, സൾഫർ 32, സോഡിയം 23, അലൂമിനിയം 27, ക്ലോറിൻ 35.5 ആൻഡ് ഫോസ്ഫറസ് 31. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പ്രധാന എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് വെയ്റ്റ്. പ്രത്യേകം ശ്രദ്ധിച്ചോളുക, അറ്റോമിക് വെയ്റ്റ്. ഇനി അറ്റോമിക് വെയ്റ്റിനെ കണക്കാക്കി അടിസ്ഥാനമാക്കി നമുക്ക് അടുത്ത ഒരു ടേം പഠിക്കാൻ പോകണം. അപ്പോൾ 2 കാര്യങ്ങൾ മോൾ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ്. ഓക്കെ, രണ്ടാമത്തത് അറ്റോമിക് വെയ്റ്റ്. ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ചാണ്. ഗ്രാം അറ്റോമിക് വെയ്റ്റ്, അതിനെ GAM എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഗ്രാം അറ്റോമിക് വെയ്റ്റ് അല്ലെങ്കിൽ GAM. ഓക്കെ, ഗ്രാം അറ്റോമിക് വെയ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. സോ ശ്രദ്ധിക്കുക, ഗ്രാം അറ്റോമിക് വെയ്റ്റ് GAM. ഒരു ആറ്റത്തിൻ്റെ വെയ്റ്റിന് ഇക്വലൻ വെയ്റ്റ് അതിൻ്റെ ഗ്രാമിൽ അളന്നെടുക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, ഒരു ആറ്റത്തിൻ്റെ വെയ്റ്റിന് ഇക്വലൻ വെയ്റ്റ്, അതായത് അതിന് തുല്യമായിട്ടുള്ള വെയ്റ്റ് ഗ്രാമിൽ അളന്നെടുത്താൽ അതിനെ വിളിക്കുന്നതാണ് ഗ്രാം അറ്റോമിക് വെയ്റ്റ് എന്ന്. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യത്തിൽ അറ്റോമിക് വെയ്റ്റ് 1U അല്ലേ, അതിന് പകരം 1 ഗ്രാം ആണ് ഹൈഡ്രജൻ ആറ്റം അളന്നെടുക്കുന്നതെങ്കിൽ ഇറ്റ് ബിക്കം ദെയർ ഗ്രാം അറ്റോമിക് വെയ്റ്റ്. അതായത് അറ്റോമിക് വെയ്റ്റിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അറ്റോമിക് വെയ്റ്റിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്? ഗ്രാം അറ്റോമിക് വെയ്റ്റ്. Atomic weight expressing in gram is called a gram atomic weight. Atomic weightനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഗ്രാം അറ്റോമിക് വെയ്റ്റ്. ഇതേ വാല്യൂസിൽ തന്നെ നമുക്ക് ഗ്രാം അറ്റോമിക് വെയ്റ്റിൽ പറയാം. ഹൈഡ്രജൻ 1 ഗ്രാം,
helium 4 gram, carbon 12 gram, nitrogen 14 gram, oxygen 16 gram, etc. etc. അതായത് അറ്റോമിക് വെയിറ്റ് ഗ്രാമിൽ പറയുമ്പോൾ അതെന്തായി? ഗ്രാം അറ്റോമിക് വെയിറ്റ് ആയി. ഓക്കെ, ഇനി ഗ്രാം അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ 1 GAM ഇറ്റ് ഹാസ് സം സ്പെഷ്യാലിറ്റീസ്. ഞാനതൊന്ന് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. സോ 1 GAM അതായത് ഗ്രാം അറ്റോമിക് വെയിറ്റ് അതിനെയാണ് GAM എന്ന് പറയുന്നത്. 1 GAM ദാറ്റ് ഈക്വൽ ടു ഗ്രാം വെയിറ്റ് ഈക്വൽ ടു ദെയർ അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റ് ഗ്രാമിൽ പറയുന്നതാണ് എന്ത്? 1 GAM അല്ലെങ്കിൽ GAM എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്. അതായത് 1 GAM ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും, ഒരു GAM മെഷറിൽ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും ദാറ്റ് കൺസിസ്റ്റ് 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഇറ്റ്. ഒരു GAM ഏതൊരു പദാർത്ഥം അളന്നെടുത്താലും, ഒരു GAM എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ അറ്റോമിക് വെയ്റ്റിന് തുല്യം ഗ്രാമിൽ അളന്നെടുത്താൽ, നൈട്രജൻ്റെ കാര്യത്തിലാണെങ്കിൽ 14 ഗ്രാം നൈട്രജൻ അളന്നെടുത്താൽ ഇറ്റ് കൺസിസ്റ്റ് 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ്. അങ്ങനെ ഏതൊരു ആറ്റമായാലും അവരുടെ അറ്റോമിക് വെയ്റ്റിന് ഈക്വലൻറ്റ് ഗ്രാമിൽ അളന്നെടുത്തു കഴിഞ്ഞാൽ ദേ കൺസിസ്റ്റ് 6.022 ഇൻറ്റു 10⁻23 നമ്പർ ആറ്റംസ്. ഇപ്പം അലൂമിനിയം ആണെങ്കിൽ 27 ഗ്രാം അലൂമിനിയം അളന്നെടുത്താൽ അതിൽ 6.022 ഇൻറ്റു 10⁻23 അലൂമിനിയം ആറ്റംസ് ഉണ്ടായിരിക്കും. ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ അളന്നെടുത്താൽ അതിൽ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കാണും. നോക്കെ, കണ്ണുകൊണ്ട് പോലും കാണാനൊക്കാത്ത ടൈനി പാർട്ടിക്കിൾസ് ആണ് എന്ത്? ആറ്റംസ്. ബട്ട് ഇത്ര ആക്യുറേറ്റായി നമുക്ക് അവരുടെ എണ്ണം പറയാൻ കഴിയുന്നു. സോ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലേ? ഈ നമ്പർ 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന നമ്പർ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ നമ്പറിനെ 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന നമ്പറിനെ അവഗാഡ്രോ നമ്പർ എന്ന് കൂടി പറയാറുണ്ട്. അവഗാഡ്രോ നമ്പർ അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ NA എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിക്കാറുണ്ട്. NA എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ സിമ്പലുണ്ട്, ബട്ട് ഇതിൽ വ്യത്യാസമുണ്ട്. കണ്ടല്ലോ, രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്നിന് താഴെയായിട്ടാണ് A സൂചിപ്പിക്കുന്നത്. സോ NA ദാറ്റ് കോൾഡ് അവഗാഡ്രോ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23. ഇനി ഇത്രയും നമ്പർ ഓഫ് ആറ്റംസോ മോളിക്യൂൾസോ എന്തുണ്ടെങ്കിലും, ഈ ഒരു നമ്പർ ഏതൊരു പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് കോൾഡ് 1 മോൾ. അതിനെ 1 മോൾ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു പെയർ എന്ന് വെച്ചാൽ 2 എണ്ണം, ഒരു ഡസൻ എന്ന് വെച്ചാൽ 12 എണ്ണം. അതുപോലെ ഒരു മോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23. പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുകൂടെ പറയാം. ഏതൊരു ആറ്റത്തിൻ്റെയും വെയ്റ്റിന് ഈക്വലൻറ്റ് ഗ്രാമിൽ മെഷർ ചെയ്തെടുത്താൽ, അതായത് അറ്റോമിക് വെയ്റ്റ് ഗ്രാമിൽ മെഷർ ചെയ്തെടുത്താൽ the number of atoms will be equal to 1 mole, that is 6.022 into 10⁻23. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോസ്ഫറസ്, ഞാൻ 31 ഗ്രാം ഫോസ്ഫറസ് അളന്നെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചാൽ എനിക്ക് സിമ്പിളായിട്ട് പറയാം ദാറ്റ് 31 ഗ്രാം ഫോസ്ഫറസ് വിൽ കൺസിസ്റ്റ് 1 മോൾ ആറ്റംസ്, അതായത് 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. സോ ഇപ്പോൾ മോൾ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? റിലേറ്റീവ് അറ്റോമിക് വെയ്റ്റ്, അറ്റോമിക് വെയ്റ്റ്, ഗ്രാം അറ്റോമിക് വെയ്റ്റ്, മോൾ ആറ്റംസ്. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ മോൾ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ വീണ്ടും ഒന്ന് കേട്ടതിന് ശേഷം വേണം ബാക്കി ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കേൾക്കാൻ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്യുലാർ വെയ്റ്റിനെയും ഗ്രാം മോളിക്യുലാർ വെയ്റ്റിനെയും കുറിച്ചാണ്. അറ്റോമിക് വെയ്റ്റും ഗ്രാം അറ്റോമിക് വെയ്റ്റും കഴിഞ്ഞു, മോൾ ആറ്റവും അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്യുലാർ വെയ്റ്റ്, ഗ്രാം മോളിക്യുലാർ വെയ്റ്റ് ആൻഡ് മോൾ. ഈ 3 കൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ തന്ന റെപ്രസെൻറ്റേഷനേക്കായി ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ടോ, ഹൈഡ്രജൻ ഞാൻ 2U എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇവരുടെ മോളിക്യുലാർ വെയ്റ്റ് ആണ്. ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പം നിങ്ങൾ ബോർഡിൽ കാണുന്നത് ഈ ഡിഫറെൻറ്റ് ആറ്റംസിൻ്റെ മോളിക്യുലാർ വെയ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ഹൈഡ്രജൻ 2U എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം ഹൈഡ്രജൻ്റെ 1 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ
They are consisting 2 hydrogen atoms. ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ്റെ വെയിറ്റ് 1U, 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2U. സോ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ H2 എന്ന് കൊടുത്താൽ മതി. ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂൾ H2 ആണ്. ഓക്കെ, ഇനി ഹീലിയത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ എഴുതിയിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. കാരണം വേറൊന്നുമില്ല, ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ ആറ്റം എടുത്താലും മോളിക്യൂൾ എടുത്താലും ദാറ്റ് ഹാവിങ് ഓൺലി 1. ഒരു ആറ്റം മാത്രമേ ഉള്ളൂ, അതിൻ്റെ മോളിക്യൂൾ ആയാലും ആറ്റം ആയാലും. കാരണം ഹീലിയം എന്ന് പറയുന്നത് മോണോ അറ്റോമിക് മോളിക്യൂളാണ്. ഹീലിയം മാത്രമല്ല, അതിൻ്റെ താഴെയുള്ള കാർബൺ, ഓക്കെ, കാർബണും മോണോ അറ്റോമിക് മോളിക്യൂളാണ്. സോ ഹീലിയത്തിൻ്റെ കേസിലും കാർബണിൻ്റെ കേസിലും വെയിറ്റ് അറ്റോമിക് വെയിറ്റിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ, ഇനി അങ്ങോട്ട് മറ്റ് എക്സാമ്പിൾസ് വരുന്നുണ്ട്, നമുക്ക് പറയാം. അടുത്തത് നൈട്രജൻ. നേരത്തെ 14U ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 28U. കാരണം നൈട്രജൻ ഡയറ്റോമിക് ആണ്, N2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. നൈട്രജൻ മാത്രമല്ല, ഓക്സിജൻ്റെ കേസിലും ഇറ്റ് ഈസ് ഡയറ്റോമിക്. സോ നൈട്രജൻ 28U ആൻഡ് ഓക്സിജൻ 32U. ഇനി പിന്നീട് വരുന്ന സൾഫറാണ്. നേരത്തെ 32 ഉള്ളായിരുന്നു. സോ ഇപ്പം ദാറ്റ് ബിക്കം 256, 256U ആയി. ദാറ്റ് മീൻസ് സൾഫർ ഈസ് പോളി അറ്റോമിക്. S8 ആണ് സൾഫറിൻ്റെ ഒരു മോളിക്യൂൾ, S8. ഓക്കെ, പിന്നീട് കിടക്കുന്ന സോഡിയവും അലൂമിനിയവും ഓക്കെ മോണോ അറ്റോമിക് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റിനും ഈക്വലൻ്റ് ആണ്. അറ്റോമിക് വെയിറ്റും മോളിക്കുലാർ വെയിറ്റും സെയിം ആണ്. കാരണം മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണ് മെറ്റൽസ് എല്ലാം. ഓക്കെ, പിന്നീട് കിടക്കുന്ന ക്ലോറിൻ 71U ആയി. ദാറ്റ് മീൻസ് ക്ലോറിൻ ഡയറ്റോമിക് ആണ്. ഫോസ്ഫറസ് 124 ആയി. ദാറ്റ് മീൻസ് ഫോസ്ഫറസും പോളി അറ്റോമിക് ആണ്, P4. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. O3 ഇവിടെ 3 ആറ്റംസ് ഉണ്ട്. ഓക്സിജൻ്റെ 3 ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റംസ് ആയപ്പോൾ 32 ആയി. 3 ആറ്റംസ് ആകുമ്പോൾ 16 × 3 48U എന്ന് വരും, 48U. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ആറ്റംസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ 2-3 ന്യൂമറിക്കൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ വാട്ടർ, ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനത്തിലേക്ക് പോകാം. ആദ്യം വാട്ടർ, H2O. അപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിലെ സ്കെയില്, പ്രൊട്ടക്ടർ, ഇറേസർ, ഷാർപ്നർ, അങ്ങനെ പല സാധനങ്ങളുടെ വെയിറ്റിൻ്റെ സമ്മല്ലേ. അതേ കണക്ക് ഇവിടെ വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? വാട്ടറിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ വെയിറ്റ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ്റെ വെയിറ്റ് 2 പ്ലസ് 1 ഓക്സിജൻ, 1 OA ഉള്ളു. സോ 1 ഓക്സിജൻ്റെ വെയിറ്റ് 16. ഇവിടെ 32 2 ഓക്സിജനാണ്. അപ്പോൾ 1 ഓക്സിജൻ്റെ വെയിറ്റ് 16. അപ്പോൾ 2 + 16 ദാറ്റ് ബിക്കം 18U, 18U. വേറൊരു എക്സാമ്പിൾ H2SO4. അറിയാലോ, സൾഫ്യൂരിക് ആസിഡ്. ഹൈഡ്രജൻ 2 എണ്ണം, സോ അത് 2 പ്ലസ് സൾഫർ 1 എണ്ണം, അതിൻ്റെ 32. പിന്നീടുള്ള ഓക്സിജൻ 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 4 എണ്ണം ആകുമ്പോൾ 16 × 4 ദാറ്റ് ബിക്കം +64. 2 + 32 + 64. ഓക്കെ, സം ചെയ്യുന്നുണ്ടെങ്കിൽ 98 എന്ന് ആൻസർ കിട്ടും, 98U അല്ലേ? സോ ഇത്തരത്തിലാണ് മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു സാധനം കൂടെ നമുക്ക് എക്സാമ്പിളായിട്ട് പോകാം. C6H12O6. അറിയാലോ, ഗ്ലൂക്കോസ്. C6H12O6. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ 6 കാർബൺ ഉണ്ട്. സോ 12 × 6, ഒരു കാർബണിൻ്റെ വെയിറ്റ് ആണ് 12. സോ 12 × 6 പ്ലസ് 12 ഹൈഡ്രജൻ. സോ 1 × 12, 12 ഹൈഡ്രജൻ പ്ലസ് 6 ഓക്സിജൻ. ഒരു ഓക്സിജൻ്റെ വെയിറ്റ് 16 ആണ്. സോ 16 × 6. സോ 12 × 6 72 പ്ലസ് 12 പ്ലസ് 96. 16 96, 16 6 96. സോ സം ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കം 180U, 180U. സോ ഇങ്ങനെയാണ് മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട്, ഐ മീൻ ഹോംവർക്കായിട്ട് തരികയാണ്, എക്സാമ്പിൾ അല്ല, ഹോംവർക്കായിട്ട് തരികയാണ്. ദാറ്റ് ഈസ് C12H22O11. ഓക്കെ, ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്താണെന്ന് നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക.